സ്വന്തമായി സ്ഥലവും വീടും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 80-കാരിയും കുടുംബവും കോട്ടയം കലക്ട്രേറ്റ് കവാടത്തിൽ സമരം സംഘടിപ്പിച്ചു. ആർപ്പൂക്കര വില്ലൂന്നി ഐക്യരമുക്ക് മേരി തോമസും കുടുംബവുമാണ് നീതി തേടി പ്രതിഷേധമിരുന്നത്. ലൈഫ് പദ്ധതിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്ന സർക്കാരിന് മുന്നിലാണ് നീതി തേടിയുള്ള 80-കാരിയുടെ പ്രതിഷേധം. 70 വർഷമായി കുടുംബം അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. വെള്ളപ്പൊക്ക ദുരിതമാണ് ഇവരുടെ പ്രശ്നം. നിരവധി വകുപ്പുകൾ കൈവശമുള്ള മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നും ഗത്യന്തരമില്ലാതെയാണ് ഇവർ സമരത്തിന് എത്തിയത്. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CSDS പ്രവർത്തകരും അണിചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. മകൻ സണ്ണി, മരുമകൾ കുഞ്ഞുമോൾ എന്നിവർക്കൊപ്പമാണ് ഇവർ സമരമിരുന്നത്. ഇവർ താമസിക്കുന്ന 2 സെൻറ് സ്ഥലത്തിന് രേഖയൊന്നുമില്ല. പഞ്ചായത്തിൽ ലൈഫിനായി അപേക്ഷിച്ചെങ്കിലും സ്ഥലമുള്ളവർക്കേ വീട് നൽകൂ എന്ന നിലപാടിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭരണാധികാരികൾ ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതെ കേരളത്തെ കണ്ടു പഠിക്കാനാണ് ഞങ്ങളോടെല്ലാം പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭൂമിക്ക് വേണ്ടി ഈ വാർദ്ധക്യത്തിലും കളക്ട്രേറ്റ് മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന ഗതികേടിൽ ഇവിടെ ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ടൊരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഈ കേരളത്തിന് അപമാനമാണ്. സാക്ഷര കേരളത്തിന് അപമാനമാണ്. ഈ അക്ഷരനഗരിക്കും അപമാനമാണ്.